അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ഗുണ്ടാ സംഘം ഹോട്ടൽ അടിച്ചു തകർക്കുകയും ഹോട്ടൽ ഉടമയെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. മാർക്കറ്റ് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ലക്ഷ്മി ഹോട്ടലാണ് അടിച്ചു തകർക്കപ്പെട്ടത്. അക്രമത്തിൽ ഹോട്ടൽ ഉടമയായ തഴമേൽ സ്വദേശിക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. സമീപത്ത് പ്രവർത്തിക്കുന്ന കടയുടമയും അപരിചിതനുമായി ഉണ്ടായ വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതത്രേ. സംഘടിച്ചെത്തിയ അക്രമി സംഘം കടയ്ക്കുള്ളിൽ കടന്ന് സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയായിരുന്നുവെന്നും തടയാൻ ശ്രമിച്ച തന്നെ കമ്പിവടി കൊണ്ടും സോഡാക്കുപ്പി കൊണ്ടും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നും ഹോട്ടൽ ഉടമ പറഞ്ഞു. ഒടുവിൽ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ 7 അംഗ സംഘം അമീറും റവീഖും റണീഷും അവരുടെ കൂടെ കണ്ടാലറിയാവുന്ന 4 പേരും പനിച്ചോളക്കാരായ 7 പേര് എൻ്റെ കട ഒരു കാരണവുമില്ലാതെ അടിച്ച് തകർക്കുകയായിരുന്നു. ഞാൻ ജീവരക്ഷ എന്നെ കൊല്ലടാന്ന് പറഞ്ഞാണ്. ഞാൻ കടയുടെ ബാക്കിൽ കൂടെ എടുത്ത് ചാടി അഞ്ചൽ മിഷൻ ആശുപത്രിയിൽ ഓടിയെത്തി, ആട്ടോയിൽ വിളിച്ച് ഓടിയെത്തി എൻ്റെ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു. കൊല്ലടാന്ന് അമീദ് എന്നെ വെട്ടിക്കൊല്ലടാന്ന് പറയുകയും ചെയ്തു. പരിക്കേറ്റ ഹോട്ടൽ ഉടമ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ നമീദ്, റഫീഖ്, റനീഷ് തുടങ്ങി പനച്ചവിള സ്വദേശികളായ 7 പേരുടെ പേരിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അക്രമികൾ മുമ്പ് പലതവണ പട്ടണത്തിൽ സംഘർഷമുണ്ടാക്കിയിട്ടുള്ളവരും നിരവധി കേസുകളിലെ പ്രതികളുമാണത്രേ. അഞ്ചൽ ഫെസ്റ്റിൽ സംഘർഷമുണ്ടാക്കിയതും അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വഴിയാത്രക്കാരടക്കം നിരവധി പേരെ മർദ്ദിച്ചതും ഈ സംഘമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.